തീർച്ചയായിട്ടും ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ ഹെഡ്ലൈനാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. ഇതിലും ഭേദം കാട്ടാനയാണെന്നാണ് മാതൃഭൂമി എഴുതിയത്. അങ്ങനെയൊരു വിവേകബുദ്ധി പ്രകടിപ്പിച്ച മാതൃഭൂമി പത്രത്തോട് ഞാൻ നന്ദി പറയുകയാണ്. കാരണം പോലീസുകാർ കാണിച്ച ആ ഒരു കടുത്ത അതിക്രമം ഇന്നലെ കോതമംഗലത്ത് നടത്തിയ നരനായിട്ട് ഇതിലും ഭേദം വന്യമൃഗമാണ്, ഈ വന്യമൃഗങ്ങളുടെ ആക്രമണമാണ് എന്ന് പോലും പറയേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. സത്യത്തിൽ ഈ ഗവൺമെൻറ്റാണ് ഈ വന്യമൃഗങ്ങളെ കയറുവിരിവിടുന്നത്. ഏതെങ്കിലും തരത്തിൽ അവരെ കാട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നതിനോ ഇനി അതല്ലെങ്കിൽ കാട്ടിനുള്ളിൽ തന്നെ അവർക്ക് ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാനോ ഗവൺമെൻറ് പരാജയപ്പെട്ടു പോയി എന്നുള്ളത് അവർ തുടർന്ന് സമ്മതിക്കണം. ആ കുറ്റസമ്മതത്തിന് ശേഷം ന്യായവാദങ്ങൾ മുഴക്കുന്നതാണ് കൂടുതൽ ശരി. ഇത് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. സമരം ചെയ്യുന്നവരെ വെല്ലുവിളിച്ചതുകൊണ്ട് ഇവർക്ക് എന്ത് നേടാനാണ്? പോലീസുണ്ട് സംരക്ഷിക്കാൻ എന്നതിൻ്റെ പേരിൽ സാധാരണക്കാരായ ജനങ്ങൾ എങ്ങോട്ട് പോകും? അവരുടെ ജീവനും സ്വത്തിനും ആര് സംരക്ഷണം കൊടുക്കും? ഇപ്പോൾ ഇന്നലത്തെ സംഭവം കഴിഞ്ഞു. ഇന്ദിര ചേടത്തി എന്ന് പറയുന്ന ആ പാവപ്പെട്ട വീട്ടമ്മ മരണമടഞ്ഞ് അവരുടെ ശവസംസ്കാര ചടങ്ങുകളും എല്ലാം പൂർത്തീകരിച്ചു. ഇനി ഒരിക്കലും ഉണ്ടാവരുത് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ എവിടെയെങ്കിലും എന്തെങ്കിലും പദ്ധതിയായോ, ഏതെങ്കിലും തരത്തിലുള്ളൊരു നടപടിയായോ? അപ്പോൾ ഈ നടപടികളുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുമുള്ള പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടാകാത്തത് മൂലമാണ് ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് തുടർച്ചയുണ്ടാകുന്നത്. കേരളത്തിൻ്റെ ജനകീയ മനസ്സാക്ഷി ഗവൺമെൻറ്റിനെതിരാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ വലിയ അതീവ സുരക്ഷാ മേഖലകളൊക്കെ ഏത് വിധത്തിലാണ് സർക്കാർ സംരക്ഷിക്കുന്ന വലിയ കോട്ട കെട്ടി, വലിയ മുതൽ മുടക്കി, വലിയ പണം മുടക്കി ഒക്കെ തന്നെ വലിയ മതിൽക്കെട്ടുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇവയൊക്കെ സംരക്ഷിച്ചു നിർത്താൻ സർക്കാരിനറിയാം. ഈ പാവപ്പെട്ട സാധാരണക്കാരായ തൊഴിലാളികളും കർഷകരും ഒക്കെയാണ് ഇങ്ങനെയുള്ള മേഖലകളിൽ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് യാതൊരു സുരക്ഷിതത്വവും ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും സർക്കാരിൻ്റെ ആറ്റിറ്റ്യൂഡിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ മാങ്കുളം പഞ്ചായത്തിൽ ബഹുമാനനായ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ റെയിൽ ഫെൻസിങ്ങും ക്രാഷ് കാർഡ് ഫെൻസിങ്ങും ഒക്കെ നടപ്പിലാക്കി അവിടെ കാട്ടാന ശല്യം ഒഴിവാക്കിയത് എൻ്റെ ശ്രദ്ധയിൽ ഉണ്ട്. അതിനുശേഷം മാങ്കുളം എന്ന് പറയുന്ന പഞ്ചായത്തിൽ കാട്ടാന ചവിട്ടി ആളുകൾ മരണപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിനു വേണ്ടി കുറച്ച് കൂടുതൽ പണം മുടക്കണം. അപ്പോൾ ഇവിടെ സാധാരണക്കാരായ തൊഴിലാളികളെയും കൃഷിക്കാരെയും സംരക്ഷിക്കാൻ പണം മുടക്കാൻ സർക്കാരിൻ്റെ കയ്യിലില്ല എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുക? യാതൊരു തരത്തിലുമുള്ള ഫണ്ട് വിഹിതം കഴിഞ്ഞ ബഡ്ജറ്റിൽ ഈ ഗവൺമെൻറ് കാട്ടാന ശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി, വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി വകയിരുത്തിയിട്ടില്ല. അപ്പോൾ യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ, പ്രതിബദ്ധതയില്ലാതെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ഇത്തരം സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതെന്ന് പറയേണ്ടി വരുന്നു. അതിശക്തമായ പ്രക്ഷോഭം കേരളം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കർഷക മുന്നേറ്റമായി ഈ സംഭവ വികാസങ്ങൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ണു തുറന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.